നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിങ് ഈ ഒരു സമയത്ത് നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ച ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയോട് നിങ്ങൾ ക്ഷമിക്കണോ അതോ ആ ഒരു വ്യക്തിയുമായിട്ട് എന്നേക്കുമായി അകന്നു പോകണോ എന്നുള്ളൊരു റീഡിംഗ് ആണ്. അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക, അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. ആ ഒരു വ്യക്തിയെ ഓർത്തുകൊണ്ട് ഈ ഒരു റീഡിംഗ് കാണുക. നമുക്ക് നോക്കാം, ഈ ഒരു വ്യക്തിയോട് നിങ്ങൾ ക്ഷമിക്കണമോ വേണ്ടയോ എന്താണ് ഈ ഒരു സമയത്ത് യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. ഈ ഒരു വ്യക്തിയോട് നിങ്ങൾ ക്ഷമിക്കണമോ അതോ ഇവരിൽ നിന്ന് നിങ്ങൾ എന്നേക്കുമായി അകന്നു പോകണമോ എന്താണ് ഈ ഒരു സമയത്ത് യൂണിവേഴ്സിന് പറയാനായിട്ടുള്ളത്. വീൽ ഓഫ് ഫോർച്യൂണിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഇവിടെ ഒരു മാറ്റം കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ വളരെയധികം, അതായത് നിങ്ങൾ മുൻപ് ഇവരോട് ക്ഷമിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. ക്ഷമിച്ചതിന് ശേഷം വീണ്ടും ഇവർ തെറ്റ് ആവർത്തിച്ച ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഇവിടെ ഒരു മാറ്റം കാണിക്കുന്നുണ്ട്. അതായത് ഇവർക്ക് ഒരുപാട് അവസരങ്ങൾ നിങ്ങൾ നൽകിയതായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്കൊരു മാറ്റം ആവശ്യമാണെന്ന് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം, ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിയോട് നിങ്ങൾ ക്ഷമിക്കണമോ അതോ എന്നേക്കുമായി ഈ ഒരു വ്യക്തിയിൽ നിന്നും അകന്നു മാറി നിൽക്കണമോ, നിങ്ങൾ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത്. 6 ഓഫ് കപ്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾ വളരെയധികം ആശയക്കുഴപ്പത്തിലാണെന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഒരു സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്നത് ഇനി ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കേണ്ട, അത്രത്തോളം ഇവർ എന്നോട് തെറ്റുകൾ ചെയ്തു, മാറി നിൽക്കാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ നേരെ തിരിച്ച് ചിന്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങളെ ഇവിടെ അലട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് വളരെ വേഗം ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് മറക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ് ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത്. കാരണം അവരുടെ ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിൽ, അതായത് അവരെ കുറിച്ചുള്ള നല്ല ചില ഓർമ്മകൾ, അവർ തന്ന പഴയ ചില നല്ല നിമിഷങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുന്നതായിട്ടും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ഒരു വ്യക്തിയിൽ നിന്നും മാറിപ്പോകാൻ കഴിയാത്തതും ആയിട്ടുള്ള ഒരു അവസ്ഥ ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് രണ്ട് മാനസികാവസ്ഥയിലൂടെ നിങ്ങൾ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ക്ഷമിക്കണമോ വേണ്ടയോ എന്നുള്ളൊരു ചിന്തയിൽ ഒരു ആശയക്കുഴപ്പമാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്കുള്ളതായിട്ട് കാണിക്കുന്നത്. നമുക്ക് നോക്കാം, 3 ഓഫ് സോർട്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് വളരെയധികം മാനസികമായിട്ട് ഈ ഒരു വ്യക്തി നിങ്ങളെ തകർത്തതായിട്ടാണ് കാണിക്കുന്നത്. ഒരുപക്ഷെ വളരെയധികം നിങ്ങളോട് അടുത്ത ഒരു വ്യക്തി തന്നെ ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾ വളരെയധികം സ്നേഹം, അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം കെയർ ഇതെല്ലാം കൊടുത്ത ഒരു വ്യക്തിയായിട്ടാണ് ഈ ഒരു വ്യക്തിയെ കാണിക്കുന്നത്. പക്ഷേ ഈ ഒരു വ്യക്തി പുറമേ നിങ്ങളോട് നല്ലൊരു സ്നേഹമൊക്കെ കാണിച്ചതിന് ശേഷം ഇവിടെ നിങ്ങളെ മാനസികമായിട്ട് ഇവിടെ നിങ്ങളെ തകർത്തു കളഞ്ഞതായിട്ടാണ് കാണിക്കുന്നത്. ആ ഒരു വേദന ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മാറിയിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. നമുക്ക് നോക്കാം, ഈ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾ അകലെയണമോ അതോ ഇവരോട് നിങ്ങൾ ക്ഷമിച്ച് വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലോട്ട് ഇവരെ സ്വീകരിക്കണമോ എന്താണ് യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. 3 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി കിട്ടുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു കാര്യം, ഈ ഒരു വ്യക്തി നിങ്ങളോട് ചെയ്ത കാര്യങ്ങൾ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഈ ഒരു സമയത്ത് ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത് ഇത് നിങ്ങൾ മാത്രം, കാരണം ഇത് ഒത്തിരി തവണ ഇവർ ആവർത്തിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം ഇനി നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യമല്ല. അതായത് മറ്റുള്ള വ്യക്തികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ചില വ്യക്തികളുമായിട്ട് ഈ ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്യുക എന്നാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് നോക്കാം, ഈ ഒരു വ്യക്തിയോട് നിങ്ങൾ ക്ഷമിക്കണമോ അതോ അവരിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണമോ, ഈ ഒരു സമയത്ത് നിങ്ങൾ എടുക്കേണ്ട ഡിസിഷൻ എന്താണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു സൺ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിങ്ങളെ മാനസികമായിട്ട് തളർത്തുന്ന പല കാര്യങ്ങളും ഈ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു വേദനയിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ വളരെയധികം തളർന്നിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് സണ്ണാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഇത്രത്തോളം നിങ്ങൾക്ക് ഈ ഒരു വേദന ഈ ഒരു വ്യക്തിയിൽ നിന്നും കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ പൂർണ്ണമായിട്ടും തകർത്തു കളയുവാനായിട്ട് സാധിക്കുന്നില്ല. കാരണം നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് സണ്ണാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം വേദന ഇവർ നിങ്ങൾക്ക് തന്നാലും കുറച്ച് ഒരു ടൈം ആകുമ്പോൾ ആ ഒരു വേദനയൊക്കെ നിങ്ങളുടെ എനർജി തന്നെ അത് നിങ്ങളിൽ നിന്നും എടുത്ത് മാറ്റുമെന്നാണ് കാണിക്കുന്നത്. അതായത് ഇവരിൽ നിന്നുണ്ടായ ആ ഒരു നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളെല്ലാം ഈ ഒരു സൺ എനർജി കത്തിച്ചു കളയുമെന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് നോക്കാം, ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിയോട് നിങ്ങൾ ക്ഷമിക്കണമോ അതോ ഇവരിൽ നിന്ന് നിങ്ങൾ അകലം പാലിച്ച് പോകണമോ എന്താണ് ഈ ഒരു സമയത്ത് യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. 2 ഓഫ് സോർട്സ് ആണ്. അതായത് നിങ്ങൾക്കൊരു വ്യക്തമായ തീരുമാനമെടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ നിങ്ങളിവിടെ കുടുങ്ങിപ്പോയതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരു തീരുമാനം എടുക്കേണ്ടത് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ആരോടും പറയാതെ നിങ്ങളുടെ മനസ്സിൽ തന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ അത് നിർത്തുക.
പകരം നിങ്ങൾക്ക് വേണ്ടപ്പെട്ട വ്യക്തികളുമായിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുവാനായിട്ടാണ് ഇവിടെ കാർഡുകൾ വീണ്ടും നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. എയ്റ്റ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജി കാണിക്കുന്നുണ്ട്. അതായത് വീണ്ടും നിങ്ങൾ ഇവരോട് ക്ഷമിച്ചാൽ, കാരണം ഈ ഒരു ക്ഷമിക്കുന്നത് അത് ഒത്തിരി തവണ ആയിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. വീണ്ടും ക്ഷമിക്കുകയാണെങ്കിൽ സെയിം കാര്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തി വീണ്ടും എന്ത് കാര്യമാണ് നിങ്ങളെ ഈ ഒരു സമയത്ത് വളരെയധികം വേദനിപ്പിക്കുന്നത്, ആ ഒരു കാര്യങ്ങൾ ഈ ഒരു വ്യക്തി വീണ്ടും ആവർത്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ എനർജി വെച്ച് നോക്കുമ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളെ വീണ്ടും സമീപിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് മാപ്പ് ചോദിച്ച് നിങ്ങൾക്കരികിലോട്ട് വന്ന ഒരു എനർജിയൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വീണ്ടും മാപ്പ് നൽകണമോ വേണ്ടയോ എന്നുള്ളൊരു ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു വ്യക്തിയോട് നിങ്ങൾ ഇനി ഇവിടെ ക്ഷമിക്കേണ്ട കാര്യം എന്നുള്ളതല്ല, ഈ ഒരു വ്യക്തിയെ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലോട്ട് ക്ഷണിക്കണമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അവരോട് നിങ്ങൾ ക്ഷമിക്കുക, പക്ഷേ വീണ്ടും അവരെ നിങ്ങളുടെ ജീവിതത്തിലോട്ട് പുതിയ വേദനകൾ കിട്ടുവാനായിട്ട് ക്ഷണിക്കണ്ട എന്നാണ് ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത്. പക്ഷെ നിങ്ങൾ അവരോട് ക്ഷമിച്ചോളൂ, പക്ഷെ പഴയ ഒരു വ്യക്തിയായിട്ട് വീണ്ടും നിങ്ങൾ മാറി വീണ്ടും ഇവരോടൊത്ത് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. കാരണം വീണ്ടും ഒരേ തെറ്റുകൾ ആവർത്തിക്കുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണെന്ന് കാണിക്കുന്നുണ്ട്. ടെൻ ഓഫ് വൺസിന്റെ എനർജിയാണ് കിട്ടുന്നത്. അതായത് ഇന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആവശ്യം ഇവിടെ വിശ്രമമാണെന്ന് കാണിക്കുന്നുണ്ട്. മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും നിങ്ങൾക്ക് വിശ്രമം വേണമെന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തിയിൽ നിന്നും അത്രത്തോളം പെയിൻ നിങ്ങൾക്ക് കിട്ടിയതായിട്ടാണ് കാണിക്കുന്നത്. ഒന്നിലേറെ തവണ ഇത് ആവർത്തിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചേഞ്ച്, ഒരു മാറ്റം നിങ്ങൾക്ക് ആവശ്യമാണെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് മാറി നിങ്ങൾ ചിന്തിക്കുക. അതുപോലെ തന്നെ ഒരു മാറ്റം നിങ്ങൾക്ക് ആവശ്യമാണ്. ഈ ഒരു സമയത്ത് നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളോട് വളരെയധികം സ്നേഹമുള്ള ഏതെങ്കിലും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട വ്യക്തികൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക. അവരുമായിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാനായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ഇത് ഒറ്റയ്ക്ക് ചുമന്ന്, ഈ ഒരു വേദന ഒറ്റയ്ക്ക് നിങ്ങളുടെ തലയിൽ ചുമന്ന് നടക്കുന്ന ഒരു എനർജി ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതൊന്ന് സ്റ്റോപ്പ് ചെയ്യുക. മറ്റുള്ളവരോട് നിങ്ങൾ പറയുക, ഈ ഒരു കാര്യം പറയുക. ശേഷം നിങ്ങൾ ഒന്ന് വിശ്രമിക്കുക എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ആരോഗ്യത്തിനൊക്കെ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. മനസ്സിനും ആരോഗ്യത്തിനും എല്ലാം ഈ ഒരു വേദന കാരണം പ്രശ്നങ്ങൾ വന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ നിങ്ങളൊന്ന് വിശ്രമിക്കുക. അതുപോലെ തന്നെ ഒരു മാറ്റം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആവശ്യമാണ്. വീണ്ടും വേദനിപ്പിക്കുവാനുള്ള അവസരങ്ങൾ ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക. അതായത് വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലോട്ട് ഈ ഒരു വ്യക്തിയെ ക്ഷണിക്കാതിരിക്കുക. അഥവാ നിങ്ങൾ ക്ഷണിക്കുകയാണെങ്കിൽ ആവർത്തനം തന്നെ ഇവിടെ ഉണ്ടാകും എന്നാണ് കാണിക്കുന്നത്. അതായത് ഇവരോട് നിങ്ങൾ ക്ഷമിച്ച് ഇവരെ നിങ്ങൾ വിട്ടേക്കുക. അതിനുശേഷം നിങ്ങൾ സമാധാനപൂർണ്ണമായ ഒരു ജീവിതം നയിക്കുക എന്നാണ് ഇന്നത്തെ റീഡിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന റീഡിംഗ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ. താങ്ക് യു.